പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുസ്ലിമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ്. അവർ മാത്രം കേട്ടാൽ മതി, അവർ മാത്രം ഇത് ഉള്ളിലേക്ക് എടുത്താലും മതി. അല്ലാതെ തീവ്രവാദിയായി ചാപ്പകുത്തപ്പെടുമോ, ഭീകരവാദിയായി 6-ാം നൂറ്റാണ്ടുകാരനായി ചാപ്പകുത്തപ്പെടുമോ എന്ന ഭയത്തിൽ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിന്റെ സകല ഷിയാറുകളും പറിച്ചെടുത്ത് വലിച്ചെറിയുന്ന മുനാഫിക്കുകളോടല്ല ഞാനിത് സംസാരിക്കുന്നത്. മുസ്ലിമായി ജീവിക്കണമെന്ന് ആത്മാർത്ഥമായി തീവ്രമായി ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ്. ഇത് വിശ്വാസകാര്യമാണ്. ഞാൻ വളരെ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ വാപ്പാനെ കുറിച്ച്, നമ്മുടെ ഉപ്പാനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരാൾക്ക് നമ്മൾ ആശംസ നേരുമോ? ആ ആഘോഷത്തിന് നമ്മൾ ആശംസ നേരുമോ? ആ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാപ്പയേക്കാൾ, നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ കുടുംബത്തെക്കാൾ, നമ്മുടെ കച്ചവടത്തെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ എല്ലാം നാം കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ കുറിച്ച് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരാഘോഷത്തിന് പിന്നെ എങ്ങനെയാണ് മുസ്ലിമിന് ആശംസ പറയാൻ സാധിക്കുക? പിന്നെ എങ്ങനെയാണ് ക്രിസ്തുമസ് ആശംസകൾ എന്ന് പറഞ്ഞ് മെസ്സേജുകൾ അയക്കാൻ മുസ്ലിമിന് സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംസാരം കൊണ്ട് ഒരു പക്ഷേ ഓൻ തീവ്രവാദിയാണ്, ഓൻ ഭീകരവാദിയാണ്, ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോ തീവ്രവാദിയായി ചാപ്പകുത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ മതങ്ങളോടും നമുക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. സഹോദര സമുദായങ്ങളോട് നമുക്ക് ആദരവുണ്ട്. അവരോട് നമുക്ക് വെറുപ്പോ പുച്ഛമോ അവജ്ഞയോ ഒന്നുമില്ല. പക്ഷേ എന്റെ വിശ്വാസം എന്റെ വിശ്വാസമാണ്, എന്റെ അഖീദ എന്റെ അഖീദയാണ്. എന്റെ അഖീദയുടെ കഴുത്തിൽ കത്തിവെച്ചതിന്റെ ചോരയൂറ്റി മാത്രമേ എനിക്ക് സെക്യുലർ ആവാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സെക്യുലറിസം എനിക്ക് വേണ്ട. അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറഞ്ഞ് നടത്തപ്പെടുന്ന ആഘോഷങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കരുത്. അത് തെറ്റാണ്, ഹറാമാണ്, പൂർണ്ണമായും ശരിയല്ലാത്ത നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പറഞ്ഞത്? ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ. ഗുരുതരമായ ഒരു വിഷയമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. തകാദുസ് സമാവാതു യതഫത്തർന മിൻ വതൻഷഖുൽ അർദ് വതഖിറുൽ ജിബാലു ഹദ്ദ അൻ ദഅൂ ലിർറഹ്മാനി വലദ. ആകാശം പിളർന്നു പോകുന്ന, ഭൂമി പൊട്ടിപ്പിളർന്നു പോകുന്ന, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന അതിഗുരുതരമായ ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അൻ ദഅൂ ലിർറഹ്മാനി വലദ. അല്ലാഹുവിന്, പരമകാരുണികന് ഒരു കുട്ടിയുണ്ട് എന്ന് ആരോപിക്കുന്നത്, അവന്റെ പേരിൽ അവന് ഒരു കുട്ടി ജനിച്ചു എന്ന് ആരോപിക്കുന്നത് അത്രമാത്രം ഗുരുതരമാണ്. അഖിലാണ്ട മണ്ഡലത്തിന്റെയും അണ്ടകടാഹത്തിന്റെയും ബ്രഹ്മാണ്ടകടാഹത്തിന്റെയും നിയന്താവും മന്നകാരാവും ശുദ്ധാവുമായ റബ്ബിന് എത്രയോ നിസ്സാരമായ ഈ ഭൂമിയിൽ, എത്രയോ നിസ്സാരമായ ഒരു മനുഷ്യജന്മത്തിൽ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും യോജിച്ച വിഷയമേ അല്ല. അതുകൊണ്ട് പറയുക, അവൻ അല്ലാഹു ഏകനാകുന്നു, അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാകുന്നു. ലം യലിദ് വലം യൂലദ്, അവന് സന്താനങ്ങളോ മാതാപിതാക്കളോ ഇല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമമായി യാതൊന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉറക്കം തൂങ്ങിയ മട്ടിലല്ല, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് അത്തരത്തിൽ നടത്തപ്പെടുന്ന ആഘോഷവുമായി മുസ്ലിം ഉമ്മത്തിന് ബന്ധമില്ല, മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല. അതിന് ആശംസ നേരാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ പാടുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇത് നമ്മുടെ വിശ്വാസമാണ്. അതോടൊപ്പം സഹോദര സമുദായങ്ങളോടുള്ള എല്ലാ ബഹുമാനങ്ങളും, എല്ലാ ആദരവുകളും, എല്ലാ സഹകരണങ്ങളും നാം വെച്ച് പുലർത്തുകയും വേണം. അവരൊരിക്കലും നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ മിത്രങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അവരുടെ ഗുണകാംക്ഷികളായി നാം ജീവിക്കുകയും വേണം. പക്ഷേ മതം മതമാണ്, അഖീദ അഖീദയാണ്, വിശ്വാസം വിശ്വാസമാണ്. അത് രണ്ടും രണ്ട് രീതിയിൽ കൊണ്ടുപോകാൻ മുസ്ലിം ഉമ്മത്തെ നമുക്ക് സാധിക്കണം. എന്നാലേ ഇസ്സത്ത് ശരിക്കുണ്ടാവുള്ളൂ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹിദുകളായി, യഥാർത്ഥ മുസ്ലിമുകളായി ജീവിക്കാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആരെങ്കിലും ഭയന്നുകൊണ്ട്, ഏതെങ്കിലും പേരുകളും ചാപ്പകുത്തലുകളും പേടിച്ചുകൊണ്ട്
നിലപാടുകളെ മാറ്റുന്ന, മതം ബലി കഴിക്കുന്ന, ഇസ്ലാമിന്റെ ഷിയാറുകളെ പറിച്ചെടുത്ത് ഒലിച്ചെറിയുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.